കഴിഞ്ഞ വർഷം നടന്ന യുവജനോത്സവത്തിൽ മോഹിനിയാട്ടത്തിനും ഭരതനാട്യത്തിനും എ ഗ്രേഡ് ലഭിച്ചെങ്കിലും ഇക്കുറി അപ്പീലോടുകൂടിയാണ് നെടുമങ്ങാട് കരിപ്പൂർ ഗവൺമെന്റ് ഹൈസ്കൂളിലെ 9ാം ക്ലാസുകാരി അഭിരാമി ലാൽ എത്തിയത്. മോഹിനിയാട്ടത്തിൽ സംതൃപ്തമായ ചുവടുകൾ വച്ചതിന്റെ ആഹ്ലാദത്തിലാണ് അഭിരാമി. കൊല്ലത്ത് കഴിഞ്ഞ വർഷം നടന്ന 62ാമത് സ്കൂൾ യുവജനോത്സവത്തിൽ മോഹിനിയാട്ടത്തിലും അതോടൊപ്പം തന്നെ ഭരതനാട്യത്തിലും എ ഗ്രേഡ് നേടിയ അഭിരാമി ലാലാണ് ഇപ്പോൾ മത്സരത്തിന് ശേഷം നമ്മോടൊപ്പം ചേർന്നിരിക്കുന്നത്. അഭിരാമിക്ക് ഒരു കഥ പറയാനുണ്ട്. അതായത് ഇത്തവണ കഴിഞ്ഞ തവണ എ ഗ്രേഡ് നേടിയെങ്കിലും ഇത്തവണ അപ്പീലോടുകൂടിയാണ് ഇവിടെ മത്സരിക്കാൻ ഇവിടെ എത്തിയത്. മാത്രമല്ല പെർഫോമൻസ് വളരെ സംതൃപ്തമായി ചെയ്തു എന്നാണ് അഭിരാമി നമ്മോട് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ അഭിരാമിയോട് നമ്മുടെ ഈ അനുഭവത്തെ കുറിച്ച് ചോദിക്കാം. എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ മത്സരം? നല്ല രസമുണ്ടായിരുന്നു. എനിക്ക് നേരെ കളിക്കാൻ പറ്റി, അതാണ് ഏറ്റവും വലിയ സന്തോഷം. ജില്ലയിൽ നിന്ന് എനിക്ക് സെക്കൻഡാണ് തന്നത്. അപ്പൊ ഇവിടെ വന്നിട്ട് നേരെ കളിക്കാൻ പറ്റിയപ്പം നല്ല സന്തോഷമുണ്ട്. എന്താണ് അപ്പീലിൽ പോകേണ്ടി വന്ന കാര്യം? എന്താണ് അപ്പീൽ പോവേണ്ടി വന്ന കാര്യം എന്താണെന്ന് എനിക്ക് അറിയത്തില്ല. സബ് ജില്ല മുതലേ അങ്ങനെയാണ്. എനിക്ക് സെക്കൻഡും തേർഡും ആണ് തന്നുകൊണ്ടിരുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ഫസ്റ്റ് കിട്ടിയിട്ടുള്ളതാണ്. ഇപ്പൊ സെക്കൻഡും തേർഡും ഒക്കെയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് ലോവർ അപ്പീൽ കൊടുത്താണ് ഇപ്പൊ ഇവിടെ. ഇപ്പം ഗവൺമെന്റ് ഹൈസ്കൂൾ കരിപ്പൂർ 9th സ്റ്റാൻഡേർഡ്. ഈ മോഹിനിയാട്ടം എത്ര കാലം കൊണ്ട് കളിക്കുകയാണ്? എത്ര നാൾ പഠിക്കുകയാണ്? മോഹിനിയാട്ടം ഞാൻ 6ാം ക്ലാസ് മുതൽ പഠിക്കണേ. ഡാൻസ് പഠിച്ചു തുടങ്ങിയിട്ട് 3.5 വയസ്സ് മുതൽ പഠിച്ചു തുടങ്ങി. സർഗ നൃത്താഞ്ജലി ബിജുസാറിന്റെ അടുത്താണ് ഡാൻസ് പഠിക്കുന്നത്. കരകുളം ജില്ലാ തലത്തിലാണ് അപ്പീൽ പോയത്. ജില്ലാ തലത്തിലാണ് അപ്പീൽ പോകാനായിട്ട് ആരൊക്കെ സഹായിച്ചു? ഡാൻസ് പഠിപ്പിക്കുന്ന സാറ് സഹായിച്ച്, അമ്മ, പാരന്റ്സ്. ആദ്യത്തെ ദിവസം തന്നെ കളിക്കാനായതിലും അതിലും വലിയ സന്തോഷമുണ്ട്. ഞാൻ 2ാമതാണ് കളിച്ചത്. ഇപ്പൊ ഈ സ്റ്റേറ്റ് കലോത്സവം തുടങ്ങിയിട്ട് 2ാമത് കളിക്കാൻ പറ്റിയത് തന്നെ, ഇവിടെ വന്ന് കളിക്കാൻ പറ്റിയത് തന്നെ വലിയ ഭാഗ്യമാണ്. ഇത്രയും വലിയ സ്റ്റേജിൽ തന്നെ ഇത്രയും പേര് വരുന്നിടത്ത് ഒന്ന് കളിക്കാൻ പറ്റിയത് തന്നെ വലിയ ഭാഗ്യമാണ്. തീർച്ചയായും 62ൽ കാഴ്ചവെച്ച പെർഫോമൻസ് 63ലും അതിവിദഗ്ധമായി അതിനെക്കാട്ടിയും മികച്ച രീതിയിൽ കാഴ്ചവെച്ചു എന്നാണ് അഭിരാമി ലാൽ നമ്മോടൊപ്പം പറഞ്ഞത്. മാത്രമല്ല അവരുടെ മാതാപിതാക്കൾ നമ്മളോടൊപ്പം ഉണ്ട്. തിരുവനന്തപുരത്ത് നിന്നും ക്യാമറമാൻ കിരൺ ഗംഗുബയോടൊപ്പം ചന്തു എസ് നായർ, ദൂരദർശൻ ന്യൂസ്.